50 വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധതരം ദോശ വെറൈറ്റികൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ, ഉച്ചയൂണ്, വീട്ടിൽ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ, ഇഡ്ഡലി, ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാമീസ് കിച്ചൺ 4 ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 7356566954. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തമ്പള്ളിയിൽ പെരുന്നാൾ മഹാമഹം ഡിസംബർ 1, 2, 3, 4 തീയതികളിൽ അതിവിപുലമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് കോഴിക്കോട് ഭദ്രാസനാധിപൻ പൗലോസ് മോർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിപുലമായ ആഘോഷ പരിപാടികളാണ് പെരുന്നാളിന്റെ ഭാഗമായി ഉണ്ടാവുക എന്ന് ഫാദർ കുര്യാക്കോസ് വൈദ്യംപറമ്പിൽ, ട്രസ്റ്റി സുനാജ് കുര്യാക്കോസ്, സെക്രട്ടറി മനേഷ് വർഗീസ്, പെരുന്നാൾ കൺവീനർ PV ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വർഷം തോറും നടത്തിവരുന്ന ശിലാസ്ഥാപന പെരുന്നാളും വിശുദ്ധ പരിമള തിരുമേനിയുടെ നാമത്തിൽ പുത്തമ്പള്ളിക്ക് സമീപം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കുരിശുപള്ളിയുടെയും വിശുദ്ധ എൽദോമാർ ബെസ് ജോസഫ് ബാവയുടെയും തിരുശേഷിപ്പ് സ്ഥാപിച്ചതിൻ്റെ സംയുക്ത പെരുന്നാൾ ഈ വർഷവും 2025 ഡിസംബർ 1, 2, 3, 4 തീയതികളിൽ നടത്തുവാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു. പെരുന്നാൾ പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് കോഴിക്കോട് ഭദ്രാസനാധിപൻ അഭിവന്യ പൗലോസ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്തയാണ്. 2025 നവംബർ മാസം 30 തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ കൊടികയറ്റൽ നടത്തുന്നതാണ്. ഡിസംബർ മാസം 1 തീയതി വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന, ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം, 8 മണിക്ക് സീനിയർ സിറ്റിസൺസ് അണിയിച്ചൊരുക്കുന്ന പഞ്ചവാദ്യം, തുടർന്ന് അത്താഴ സദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. ഡിസംബർ മാസം 2 തീയതി വൈകുന്നേരം 6:30 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം, സെൻറ്റ് ജോർജ് യൂത്ത് അസോസിയേഷൻ അണിയിച്ചൊരുക്കുന്നതായ തമ്പോല. ഡിസംബർ മാസം 3 തീയതി 6:30 മണിക്ക് പ്രഭാത പ്രാർത്ഥന, 7:30 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് മേമ്പൂട്ടിൽ നിന്ന് പള്ളി ഉപകരണങ്ങൾ ആഘോഷമായി പള്ളിയകത്തേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് നേർച്ച സദ്യ ഉണ്ടായിരിക്കുന്നതാണ്. 1 മണിക്ക് കുരിശുപള്ളികളിലേക്ക് ആഘോഷമായ ഘോഷയാത്ര ഉണ്ടായിരിക്കും. 6:30 മണിക്ക് സന്ധ്യാപ്രാർത്ഥന അഭിവന്യ പൗലോസ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ. 9 മണിക്ക് അത്താഴ സദ്യ, തുടർന്ന് പള്ളിയങ്കണത്തിൽ വാദ്യമേളം സംഗമം. 2025 ഡിസംബർ മാസം 4 തീയതി വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് പ്രഭാത പ്രാർത്ഥന, 7 മണിക്ക് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന അഭിവന്യ പൗലോസ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ. 10 മണിക്ക് പൊന്മള്ളി കുരിശും മുത്തുകുടകളുമായി വടക്കൻ മേഖലയിലെ ഏറ്റവും ഭക്തിനിർഭരവും ആഘോഷസന്നദ്ധവുമായ റാസ നടത്തുന്നതാണ്. തുടർന്ന് ആശീർവാദം, മോർ ഗീവറി സഹദായുടെ നാമത്തിലുള്ള നേർച്ചക്കഞ്ഞി വിതരണമുണ്ടായിരിക്കുന്നതാണ്. 1 മണിക്ക് വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ളതായ ആഘോഷമായ ഘോഷയാത്ര നടത്തുന്നതാണ്. 5:15 മണിക്ക് പൊന്മള്ളി കുരിശുകളുടെ അകമ്പടിയോടെ പള്ളി ചുറ്റിയുള്ളതായ പെരുന്നാൾ സമാപന പ്രദക്ഷിണം, ആശീർവാദം, തുടർന്ന് പള്ളി ഉപകരണങ്ങൾ മേമ്പൂട്ടിലേക്ക് ആഘോഷമായി കൊണ്ടുപോകുന്നു. 5:45 മണിക്ക് വിഭവസമൃദ്ധമായ നേർച്ച സദ്യയോടുകൂടി പെരുന്നാൾ സമാപിക്കുന്നു. ആഘോഷ പരിപാടികളിൽ 1 തീയതി നമുക്കൊരു ആഘോഷ പരിപാടി നടത്തുന്നുണ്ട്. അത് സീനിയർ സിറ്റിസൻ്റെയാണ്. അത് പഞ്ചവാദ്യമാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു സ്വിച്ച് ഓൺ കർമ്മമുണ്ട്, ടവർ ലൈറ്റ്. അതാണ് 1 തീയതിയിലത്തെ പ്രോഗ്രാം. അത് കഴിഞ്ഞാൽ ഒരു അത്താഴ സദ്യ അന്നത്തെ ദിവസം തന്നെ ഉണ്ടായിരിക്കും. പിന്നെ 2 തീയതി യൂത്ത് അസോസിയേഷൻ്റെ പരിപാടിയാണ്. അത് പള്ളിയുടെ അകത്ത് തന്നെയാണ്. തമ്പോലാണ് അന്നത്തെ പ്രോഗ്രാം ചെയ്യുന്നത്. അത് പ്രശസ്തരായ ഒരു ടീമാണ് അതിനുവേണ്ടി അണിനിരക്കുന്നത്. അതാണ് 2 തീയതിയിലത്തെ പ്രോഗ്രാം. അതിനോടനുബന്ധിച്ച് തന്നെ ഈ പ്രോഗ്രാമിന് മുന്നോടിയായിട്ട് കുരിശുപള്ളിയിലത്തെ ലൈറ്റ് ഓൺ കർമ്മം അന്ന് നിർവഹിക്കുന്നതാണ്. പിന്നെ 3 തീയതി അതുപോലെ രാവിലെ മേമ്പൂട്ട് വർക്കൽ. അതൊക്കെ പള്ളിയുടെ ആരാധന അതിൽപ്പെട്ടു. ആഘോഷം എന്ന് പറയാൻ വൈകുന്നേരത്ത് സന്ധ്യാനമസ്കാരത്തിന് ശേഷം ഒരു 9-10 മണിയോടുകൂടി നമ്മുടെ പള്ളി അങ്കണത്തിൽ ബാൻഡ് മേളങ്ങൾ, ചെണ്ട എല്ലാത്തിൻ്റെയും കൂടിയുള്ള സമന്വയിച്ചിട്ടുള്ള പരിപാടികളുണ്ടായിരിക്കുന്നതാണ്. അത് ഏകദേശം ഒരു രാത്രി 12 മണി വരെ നമ്മൾ പള്ളി അങ്കണത്തിലുണ്ടായിരിക്കും.
അത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പിന്നെ 4-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 10 മണിയോടുകൂടി റാസ ഇറങ്ങും. റാസ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്, ഭക്ഷണം ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു 1 മണിയോടുകൂടി ഘോഷയാത്ര ആരംഭിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് 5 മണിയോടുകൂടി തിരിച്ചു കയറും. ഘോഷയാത്രയിൽ പ്രശസ്തരായ ബാൻഡ് മേളങ്ങൾ, ചെണ്ട, ശിങ്കാരിമേളം, അങ്ങനെ ആന എല്ലാം അണിനിരക്കുന്നുണ്ട്. അത് ഏകദേശം 5 മണിയോട് തിരിച്ചു കയറി അത്താഴസദ്യ നടത്തി പെരുന്നാൾ കൊടിയിറങ്ങും. ഈ വർഷത്തെ പെരുന്നാളിൻ്റെ കൊടിയേറ്റം നവംബർ 30-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായിട്ട് കൊടിയുയർത്തൽ ചടങ്ങ് നടത്തുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ വൈദ്യംപറമ്പിൽ അച്ഛൻ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തിൽ വ്യത്യസ്തമായിട്ട് എന്ന് പറയാനായിട്ടുള്ളത് 3-ാം തീയതി കുരിശുപള്ളികളിലേക്ക് പോകുന്ന ഘോഷയാത്ര 10 മണിക്കാണ് ഈ വർഷം പോകുന്നത്. കഴിഞ്ഞ വർഷം അത് 3 മണിക്ക് ശേഷമായിരുന്നു. പക്ഷേ ഈ കൊല്ലം 10 മണിക്ക് ശേഷം വിവിധ കുരിശുപള്ളികളിലേക്കുള്ള ഘോഷയാത്ര പോയി 12 മണിക്ക് തിരിച്ച് പള്ളിയിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ 40 പൊൻവെള്ളി കുരിശുകളും 1000-ഓളം മുത്തുക്കളുകളോടും കൂടിയിട്ടുള്ള ഭക്തി നിർഭരമായ റാസ ഇപ്രാവശ്യം 4-ാം തീയതി 10 മണിക്ക് രാവിലെ 10 മണിക്കാണ്. അതും ഒരു ചെറിയൊരു കഴിഞ്ഞ വർഷത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ്. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.